ഒരു ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും പുതിയൊരു സാമ്പത്തിക ലോകമാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നിടാൻ പോകുന്നത്. അതെ, തീർച്ചയായും. ദ റിച്ച് ഡാഡ് ചാനലിൽ നിന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഉള്ളടക്കമാണ് നമ്മളിന്ന് പ്രധാനമായും പരിശോധിക്കുന്നത്. സമ്പന്നരെ പോലെ ചിന്തിക്കുന്നതും ദരിദ്രരെ പോലെ ചിന്തിക്കുന്നതും തമ്മിലുള്ള ആ ഒരു വലിയ വ്യത്യാസമാണ് ഇതിലെ പ്രധാന വിഷയം. ശരിയാണ്. ഇതൊരു സാധാരണ സാമ്പത്തിക ഉപദേശം ഒന്നുമല്ല. അല്ല. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങളുടെ അലമാരയിലെ വസ്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. വേഗത്തിൽ നിറം മങ്ങുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോകുന്ന 10 വില കുറഞ്ഞ ഷർട്ടുകൾ വാങ്ങുന്നതാണോ, അതോ കുറച്ചുകൂടി കാശ് കൊടുത്തിട്ട് വർഷങ്ങളോളം ഈടുനിൽക്കുന്ന ഒരൊറ്റ ഷർട്ട് വാങ്ങുന്നതാണോ ശരിക്കും ബുദ്ധി? ഈ ഒരു ചിന്താഗതിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞു. ഇത് കേവലം പണത്തെക്കുറിച്ചുള്ളൊരു ചർച്ച മാത്രമല്ല. നമ്മൾ ഈ ലോകത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന്റെ അടിസ്ഥാനപരമായ മാറ്റത്തെക്കുറിച്ചാണ്. അതെ, നമ്മൾ എന്തിനാണ് എപ്പോഴും ഈ വില കുറഞ്ഞ സാധനങ്ങൾക്ക് പുറകെ പോകുന്നത്, അല്ലേ? അതുതന്നെ. നമ്മുടെ ദൈനംദിന തീരുമാനങ്ങൾ എങ്ങനെയാണ് സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വീഡിയോ അതാണ് കൃത്യമായി പറയുന്നത്. ശരി, അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. പണത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് യഥാർത്ഥ പണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു ഉദാഹരണം ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. ജിം ക്ലാർക്കിന്റെ ഉദാഹരണമല്ലേ? അതെ. ഫീനിക്സിലെ റിപ്പബ്ലിക് മോണിറ്ററി എക്സ്ചേഞ്ചിലെ ജിം ക്ലാർക്കിൽ നിന്നുള്ള ഒരു അനുഭവമാണിത്. 2 കാര്യങ്ങളാണ് അവിടെ താരതമ്യം ചെയ്യുന്നത്. ഒന്ന്, 1964 നിർമ്മിച്ച യഥാർത്ഥ വെള്ളി അടങ്ങിയിട്ടുള്ള 50 സെന്റ് കെന്നഡി $50 നാണയം. ഒറ്റ നോട്ടത്തിൽ ആ $10 എന്ന സംഖ്യ വലുതാണല്ലോ. ശരിയാണ്. എന്നാൽ സാമ്പത്തിക ബോധമുള്ള ബുദ്ധിമാന്മാർ ആ 50 സെന്റ് നാണയം തെരഞ്ഞെടുക്കുമെന്നാണ് പറയുന്നത്. കാരണം അതാണ് യഥാർത്ഥ പണം. ഇവിടെ ഏറ്റവും ആകർഷകമായ കാര്യമെന്താണെന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഗ്രേഷാംസ് നിയമം അഥവാ ഗ്രേഷാംസ് ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഗ്രേഷാംസ് നിയമം. അതെ, ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നൊരു നിയമമാണിത്. ഈ നിയമം പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. അതായത് മോശം പണം സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ നല്ല പണം ഒളിപ്പിക്കപ്പെടുന്നു. അതായത് മോശം പണം നല്ല പണത്തെ പുറത്താക്കുന്നു. അത് തന്നെ. ഇവിടെ ആ $10 നോട്ടെന്നത് വെറും ഒരു കടലാസാണ്. സർക്കാരുകൾക്ക് പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിച്ചത് എത്ര വേണമെങ്കിലും അച്ചടിക്കാം. അതാണ് മോശം പണം. എന്നാൽ ആ 1964 വെള്ളി നാണയം അങ്ങനെയല്ല. അതിൽ യഥാർത്ഥ വെള്ളിയുണ്ട്. അതിന്റെ മൂല്യമില്ലാതാകുന്നില്ല. അതാണ് നല്ല പണം. അതുകൊണ്ടാണ് ആളുകൾ ആ $10 നോട്ട് ചെലവാക്കാനും വെള്ളി നാണയം സൂക്ഷിച്ചു വെക്കാനും നോക്കുന്നത്. അതൊരു നല്ല പോയിന്റാണ്. പക്ഷേ ഇവിടെ എനിക്ക് വലിയൊരു സംശയമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഈ 21ാം നൂറ്റാണ്ടിലെ ഡിജിറ്റൽ യുഗത്തിലല്ലേ? അതെ. എല്ലാം വിരൽത്തുമ്പിൽ നടക്കുന്ന ഈ കാലത്ത് പണത്തിന് പകരമായി വെള്ളി നാണയങ്ങളോ സ്വർണമോ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത് ശരിക്കും പ്രായോഗികമാണോ? ഞാൻ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുമ്പോൾ ഈ ഗ്രേഷാംസ് നിയമത്തിന് എന്തു പ്രസക്തിയാണുള്ളത്? അതൊരു വളരെ കൃത്യമായ ചോദ്യമാണ്. എന്താ പറയാ, ഇവിടെ നമ്മൾ ഭൗതികമായി നാണയങ്ങൾ പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. പിന്നെ മറിച്ച് മൂല്യം എങ്ങനെ നിലനിർത്താമെന്നതിനെക്കുറിച്ചാണ്. ആ വെള്ളി നാണയം ഒരു പ്രതീകം മാത്രമാണ്. കടലാസു പണത്തിന്റെയോ ഡിജിറ്റൽ പണത്തിന്റെയോ ഒക്കെ മൂല്യം സർക്കാരുകൾ പണം പുതുതായി അച്ചടിക്കുന്നതിനനുസരിച്ച് മാറിമറിയും. പണ്ടൊക്കെ പണത്തിന് സ്വർണത്തിന്റെ പിൻബലമുണ്ടായിരുന്നു എന്നിതിൽ പറയുന്നുണ്ട്. അതെ, 1971 സംഭവിച്ച കാര്യമാണത്. റിച്ചാർഡ് നിക്സൺ ഡോളറിനെ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് മാറ്റി. ആ ബന്ധം വിച്ഛേദിച്ചതോടെ ഡോളർ വെറുമൊരു ഫിയറ്റ് കറൻസിയായി മാറി. അതായത് സർക്കാരിന്റെ കൽപ്പനപ്രകാരം മാത്രം മൂല്യമുള്ള ഒരു സാധനം. കൃത്യം. സർക്കാരുകൾക്ക് തോന്നും പോലെ പണം അച്ചടിക്കാൻ തുടങ്ങി. സമ്പദ്വ്യവസ്ഥയിലേക്ക് കൂടുതൽ കടലാസ് പണം പമ്പ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യം കുറയുന്നു. ഇതാണ് നമ്മൾ പറയുന്ന പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ, അല്ലേ? അതുതന്നെ. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. ഗ്യാസിന്റെയും കോഴിയുടെയും ഉദാഹരണം വെച്ച് ഇത് വളരെ ലളിതമായി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. അത് വളരെ രസകരമായൊരു ഉദാഹരണമാണ്. അതെ, അതായത് സർക്കാർ കുറേയധികം പണം അച്ചടിക്കുമ്പോൾ വിപണിയിൽ സാധനങ്ങളുടെ വില കൂടുന്നു. ഉദാഹരണത്തിന് ഗ്യാസിന്റെ വില കൂടുന്നു എന്ന് കരുതുക.
അപ്പോൾ എണ്ണക്കിണറുകളുടെ ഉടമകൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്നു. അവർ കൂടുതൽ സമ്പന്നരാകുന്നു. അതെ. എന്നാൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? സ്വന്തം വണ്ടിയിൽ ഗ്യാസ് അടിക്കാൻ അവർ കൂടുതൽ പണം നൽകണം. പോരാത്തതിന് ഒരു സൂപ്പർമാർക്കറ്റിലേക്ക് ആ കോഴി എത്തുന്ന കാര്യം ചിന്തിച്ചു നോക്കൂ. വലിയ ട്രക്കുകളിലാണ് കോഴിയും പച്ചക്കറികളുമൊക്കെ അവിടെ എത്തുന്നത്. ഗ്യാസ് വില കൂടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൂടും. അപ്പോൾ സൂപ്പർമാർക്കറ്റിലെ ആ സാധാരണ കോഴിക്ക് $10 നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ശരിയാണ്. വലിയൊരു ചിത്രത്തിലേക്ക് ഇതിനെ ബന്ധിപ്പിച്ചാൽ എന്താ പറയാ, പണപ്പെരുപ്പം എന്നത് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും മേൽ സർക്കാർ ചുമത്തുന്ന ഒരു മറഞ്ഞിരിക്കുന്ന നികുതിയാണ്. ഒരു ഹിഡൻ ടാക്സ്. അതെ, സമ്പന്നർ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവരൊരിക്കലും പണം ബാങ്കിൽ വെറുതെ ഇടില്ല. പകരം അവർ ഭൂമി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ യഥാർത്ഥ ആസ്തികൾ വാങ്ങും. ഇതിലും രസകരമായ മറ്റൊരു കാര്യമുണ്ട്. ബാങ്കിൽ നിന്നുള്ള കടം അഥവാ ഈ വ്യാജ പണം ഉപയോഗിച്ചാണ് സമ്പന്നർ ഇത്തരം യഥാർത്ഥ ആസ്തികൾ വാങ്ങുന്നത് എന്നതാണ്. ഒരു മിനിറ്റ്, അവിടെ നിൽക്കൂ. കടം വാങ്ങി എങ്ങനെയാണ് സമ്പന്നരാകുന്നത്? നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് കടം വാങ്ങുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണെന്നല്ലേ? അതെ, സാധാരണക്കാർ കടം വാങ്ങുന്നത് ഫോൺ വാങ്ങാനോ വിനോദയാത്രയ്ക്കൊക്കെയാണ്. എന്നാൽ സമ്പന്നരുടെ ബുദ്ധി അതല്ല. അവർ കടം വാങ്ങുന്നത് വരുമാനം നൽകുന്ന ആസ്തികൾ വാങ്ങാനാണ്. അതൊന്ന് വ്യക്തമാക്കാമോ? അതായത്, നിങ്ങൾ ബാങ്കിൽ നിന്നൊരു വലിയ തുക വായ്പയെടുത്ത് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നുവെന്ന് കരുതുക. പണപ്പെരുപ്പം കാരണം നിങ്ങളുടെ കടത്തിന്റെ യഥാർത്ഥ മൂല്യം കുറയുകയാണ്. ഓ, അതായത് 10 വർഷം കഴിയുമ്പോൾ ആ പണത്തിന് ഇന്നത്തെ അത്രയും മൂല്യമുണ്ടാകില്ല. ചോറിലെ ഒരു ബൾബ് കത്തുന്നത് പോലെയുള്ള വലിയൊരു തിരിച്ചറിവാണ്. കടമെന്നതിനെ പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുകയാണല്ലേ? അതെ, അത് വലിയൊരു സാമ്പത്തിക തന്ത്രമാണ്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ ഈ സിദ്ധാന്തം വെറും വലിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിലെ ഷോപ്പിംഗ് ശീലങ്ങളിലേക്കും ഇത് വരുന്നുണ്ട്. അതായത് ആസ്തികൾ ധരിക്കുക അഥവാ വെയറിംഗ് യോർ അസറ്റ്സ് എന്നൊരു മനോഹരമായ ആശയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതെ, വാച്ചുകളുടെയും കാറുകളുടെയും ഒക്കെ ഉദാഹരണമല്ലേ? അതെ. പോൾ ന്യൂമാന്റെ സ്വർണ്ണ റോളക്സ് ഡേറ്റോണ വാച്ചിന്റെ ഉദാഹരണം വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിലുള്ള വ്യക്തിക്ക് ഇത്തരം 4 വാച്ചുകൾ സ്വന്തമായിട്ടുണ്ടത്രേ. $50,000 വിലയുള്ള ഈ വാച്ച് വാങ്ങുന്നത് കാണുമ്പോൾ ദരിദ്രരായ ആളുകൾ ചിന്തിക്കുന്നത് ഇതെന്ത് പണം പാഴാക്കലാണെന്നാണ്. അവർക്ക് $50 ആപ്പിൾ വാച്ചോ സ്വാച്ചോ ടൈമെക്സോ ഒക്കെ വാങ്ങുന്നതാണ് ബുദ്ധിയായി തോന്നുക. കാരണം സമയം നോക്കാൻ അത്രയും പണം മതിയല്ലോ എന്നവർ ചിന്തിക്കും. അതെ. കൂടാതെ സാൽവേഷൻ ആർമി പോലെയുള്ള ത്രിഫ്റ്റ് സ്റ്റോറുകളിൽ മാത്രം പിന്നീട് വിലപ്പോകുന്ന ഗുച്ചി ബാഗുകൾ വാങ്ങുന്നതും സാമ്പത്തിക അറിവില്ലായ്മയാണെന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്. എന്നാൽ സ്വർണ്ണ വാച്ച് വാങ്ങുന്നത് വെറുമൊരു വാച്ച് വാങ്ങലല്ല, അതൊരു നിക്ഷേപമാണ്. അദ്ദേഹം ഔൺസിന് $50 ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിയ സ്വർണം ഇപ്പോൾ $3,000 എത്തി നിൽക്കുന്നു. ഭാവിയിൽ അത് 15,000 ആകുമെന്നാണ് പ്രവചനം. അതുപോലെ സാധാരണ ടൊയോട്ട പ്രിയസ് കാറിന് പകരം മൂല്യം വർദ്ധിക്കുന്ന ഒരു കളക്ടർ കാർ വാങ്ങുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒരു ചെറിയ എതിർപ്പുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വളരെ രസകരമാണ്. എന്നാൽ $50,000 ഒരു വാച്ചിൽ നിക്ഷേപിക്കാൻ സാധാരണക്കാർക്ക് എവിടെയാണ് പണം? ഇതൊരു പ്രായോഗികമായ ഉപദേശമാണോ? നല്ല ചോദ്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ $50,000 എന്ന സംഖ്യയല്ല, മറിച്ച് ആ തീരുമാനത്തിന് പിന്നിലെ ചിന്താഗതിയെയാണ്. ഓ, ആ മൈൻഡ് സെറ്റ്. അതെ, ഒരു സാധനത്തിന്റെ വിലയല്ല, അതിന്റെ ദീർഘകാല മൂല്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ആപ്പിൾ വാച്ച് കുറച്ചു കഴിയുമ്പോൾ കേടാകും, അതിന്റെ മൂല്യം 0 ആകും. എന്നാൽ ആ സ്വർണ്ണവാച്ചിലെ വിലപ്പെട്ട ലോഹത്തിന്റെ മൂല്യം കാലം കഴിയുന്തോറും വർദ്ധിക്കുകയാണ്. ശരിയാണ്. ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ. നിങ്ങളുടെ കൈത്തണ്ടയിൽ ഒരു ആസ്തി ധരിക്കുക എന്നത് ശരിക്കും ഒരു കിടിലൻ ചിന്തയാണ്. എനിക്കിതൊരു രസകരമായ ചിത്രമായിട്ടാണ് മനസ്സിൽ വരുന്നത്. അതായത് സ്വന്തമായി സ്വർണ്ണഖനികളുള്ള ഒരാളുടെ കാഴ്ചപ്പാടില് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പർവ്വതങ്ങളിലെ രഹസ്യ അറകളിൽ അദ്ദേഹം സ്വർണം സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിനൊരു ആപ്പിൾ വാച്ചും സ്വർണ്ണ വാച്ചും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. അതെ, അദ്ദേഹം സ്വന്തം നിക്ഷേപം കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുകയാണ്. അതെ. സർക്കാർ കൂടുതൽ പണം അച്ചടിക്കുമ്പോഴും എന്റെ കയ്യിലിരിക്കുന്ന ഈ സ്വർണത്തിന് എന്നും വിലയുണ്ടാകും എന്നൊരു ധൈര്യമാണത്. കൃത്യമായി പറഞ്ഞാൽ ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്.
സമ്പന്നർ എപ്പോഴും മൂല്യം തേടി പോകുമ്പോൾ ദരിദ്രർ എപ്പോഴും വിലക്കുറവ് തേടി പോകുന്നു. വളരെ ശരിയായ നിരീക്ഷണം. ഇനി വ്യക്തിപരമായ സാമ്പത്തിക തീരുമാനങ്ങളിൽ നിന്നും മാറി സമൂഹത്തെയും രാഷ്ട്രീയത്തെയും ഈ വീഡിയോയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും നമ്മൾ പരിശോധിക്കണം. തീർച്ചയായും. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ പറയുന്ന ചില രാഷ്ട്രീയ പരാമർശങ്ങൾ നമ്മൾ അതുപോലെ തന്നെ നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഒരു പക്ഷവും പിടിക്കുന്നില്ല. ആ ഉറവിടത്തിലുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായി വിശകലനം ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, നമ്മൾ ആ വീഡിയോയിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സർക്കാരുകളെയും ചില രാഷ്ട്രീയക്കാരെയും ആ വീഡിയോ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അവരാണ് പണമച്ചടിച്ച് സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം. ശരിയാണ്. ഇന്നത്തെ പല നേതാക്കളും കോളേജ് പ്രൊഫസർമാരോ സ്കൂൾ അധ്യാപകരോ ആണെന്നതിൽ പറയുന്നുണ്ടല്ലോ. അതെ അതെ. ടാംപോൺ ടിം വാൾസ്, അതുപോലെ CA ഒറാസ് എന്നിവരെയൊക്കെ നേരിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇവർക്കൊന്നും ദരിദ്രരായ മനുഷ്യരുമായി യാതൊരു സമ്പർക്കവും ഇല്ലെന്നാണ് വീഡിയോ പറയുന്നത്. ഇതിന് സാധൂകരിക്കാൻ ആ വ്യക്തി സ്വന്തം പിതാവിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുവർ ഡാഡ് അഥവാ ദരിദ്രനായ പിതാവ് വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയായിരുന്നിട്ടും പള്ളിയെ ആശ്രയിക്കുന്ന ഒരു എലിയെപ്പോലെ ദരിദ്രനായിരുന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം മൂല്യമുള്ളവയ്ക്ക് പകരം എപ്പോഴും വില കുറഞ്ഞവയാണ് തെരഞ്ഞെടുത്തത്, അല്ലേ? അതെ. ആ ചിന്താഗതിയാണ് അദ്ദേഹത്തെ ദരിദ്രനാക്കിയതെന്ന് ഇതിൽ ശക്തമായി വാദിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ബുദ്ധമതത്തിലെ മൈൻഡ്ഫുൾനെസ് എന്ന ആശയത്തെ പണവുമായി ഇവിടെ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്നത് വളരെ ശ്രദ്ധേയമാണ്. മൈൻഡ്ഫുൾനെസ് അതെങ്ങനെയാണ് പണവുമായി ബന്ധപ്പെടുന്നത്? അതായത് നമ്മൾ നമ്മളോട് തന്നെ എന്തു പറയുന്നു എന്നതാണ് പ്രധാനം. എനിക്ക് വില കുറഞ്ഞ ഭക്ഷണം മതി, എനിക്ക് ജീവിക്കാൻ കുറഞ്ഞ പണം മതി എന്നൊക്കെ നിരന്തരം ചിന്തിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ ചിന്താഗതിയാണെന്ന് ഇവർ വാദിക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. അതെ. പക്ഷേ ഇവിടെ എനിക്ക് വളരെ ശക്തമായ ഒരു എതിർപ്പുണ്ട്. എന്താ പറയാ, അധ്യാപകരെയും വിദ്യാഭ്യാസത്തെയും ഈ സാമ്പത്തിക ലാഭത്തിന്റെ മാത്രം അളവുകോൽ വെച്ച് വിമർശിക്കുന്നത് ശരിയാണോ? വിദ്യാഭ്യാസവും അറിവ് പകർന്നു നൽകുന്നതും സമൂഹത്തിന് നൽകുന്ന വലിയ സംഭാവനകളല്ലേ? അതിനെ ഈ പണത്തിന്റെയും ലാഭത്തിന്റെയും കണ്ണാടിയിലൂടെ മാത്രം നോക്കിക്കാണുന്നത് ഒരുപക്ഷെ വളരെ സങ്കുചിതമായൊരു ചിന്താഗതിയല്ലേ? അതൊരു വളരെ അനിവാര്യമായ ചോദ്യമാണ്. ലോകം പ്രവർത്തിക്കുന്നത് പണം കൊണ്ട് മാത്രമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ആ വീഡിയോയിലെ വ്യക്തിയുടെ പ്രാഥമിക ലക്ഷ്യം സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം പണത്തിന്റെ കോണിൽ നിന്നും മാത്രം കാര്യങ്ങളെ നോക്കുന്നു. അതെ, പണപ്പെരുപ്പത്തെ എങ്ങനെ നേരിടാം, മൂല്യം കുറയുന്ന സാധനങ്ങൾക്ക് പകരം യഥാർത്ഥ ആസ്തികൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതൊക്കെ സാധാരണക്കാർക്ക് തീർച്ചയായും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശരിയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? നമ്മൾ ഇന്നത്തെ ചർച്ചയുടെ കാതിലൊന്ന് ചുരുക്കി പറഞ്ഞാൽ, സമ്പന്നനാകുക എന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ തുകയെ മാത്രമല്ല, നിങ്ങളുടെ ചിന്താരീതിയെയും ആശ്രയിച്ചിരിക്കുന്നു. കൃത്യമായി പറഞ്ഞു. പണപ്പെരുപ്പത്തെ ഭയക്കാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിക്കുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ 10 വില കുറഞ്ഞ ഷർട്ടുകളും ഒരു വില കൂടിയ ഷർട്ടും തമ്മിലുള്ള ഉദാഹരണം പോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും. അതെ, ഇതൊരു സുപ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ ആഴത്തിലുള്ള വിശകലനം അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ വക നൽകുന്ന പുതിയൊരു കാര്യം കൂടി ഞാൻ പങ്കുവയ്ക്കാം. തീർച്ചയായും. സ്വർണവും ഭൂമിയുമാണ് യഥാർത്ഥ ആസ്തിയെന്ന് ഈ വീഡിയോ വളരെ ശക്തമായി വാദിക്കുന്നുണ്ടല്ലോ. എന്നാൽ എല്ലാം വെർച്വലായിക്കൊണ്ടിരിക്കുന്ന ഭാവിയുടെ ഡിജിറ്റൽ ലോകത്ത് ഈ തൊട്ടുനോക്കാൻ കഴിയുന്ന ആസ്തികളുടെ പ്രസക്തി നഷ്ടപ്പെടുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതോ അത്തരം മാറ്റങ്ങളുടെ കാലത്തായിരിക്കുമോ സ്വർണം പോലെയുള്ളവയ്ക്ക് ഏറ്റവും കൂടുതൽ മൂല്യമുണ്ടാകുക? നമ്മൾ പൂർണ്ണമായും ഒരു ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് മാറുമ്പോൾ ഈ യാഥാർത്ഥ്യത്തെ മുറുകെ പിടിക്കാൻ ഇത്തരം ആസ്തികൾ സഹായിക്കുമോ? ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. തീർച്ചയായും. അത് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്താ പറയാ, ഒരുപക്ഷെ നമ്മുടെ അലമാരയിലെ ആ വില കൂടിയ ഷർട്ടും ഭാവിയിൽ നമ്മൾ വെർച്വൽ റിയാലിറ്റിയിൽ വാങ്ങുന്ന ഒരു ഡിജിറ്റൽ ഷർട്ടായിരിക്കാം. അത് ശരിയാ. എന്തായാലും ഈ വ്യത്യസ്തമായ ചിന്തകൾ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഒരു പുതിയ വെളിച്ചം വീശുമെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ ചിന്തകൾക്കും സമയത്തിനും വലിയൊരു നന്ദി. പുത്തൻ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.